ഹായ്. അല്ലേ? തണുപ്പത്തെ എന്നും രാവിലത്തെ വിശേഷങ്ങളൊക്കെയാണ് ഞാൻ ഇടയ്ക്ക് കാണിക്കാറ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് വൈകുന്നേരത്തെ ഡിന്നറിൻ്റെ കുറച്ച് പരിപാടികളൊക്കെ എന്തൊക്കെയാണെന്ന് കാണിക്കാമെന്ന് കേട്ടോ. അപ്പോൾ ഞാനിന്ന് വൈകുന്നേരം ചിക്കൻ 2 ദിവസം മുന്നേ കൊണ്ടുവന്ന ചിക്കനായിരുന്നു കേട്ടോ. അപ്പോൾ അത് മുഴുവൻ ചിക്കനൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ, നമുക്ക് ദിവസങ്ങൾ ഇനിയും കഴിയണ്ടേ. അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. ആ ചിക്കനെ കൊണ്ട് ഞാൻ പകുതി ചിക്കൻ എടുത്ത് കറി വെച്ചു, പകുതി ചിക്കൻ മാറ്റി വെച്ച ചിക്കൻ വെച്ചിട്ട് ചപ്പാത്തിക്ക് ഒരു കറി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ. ഓൾറെഡി ഞാനെല്ലാം സെറ്റ് ചെയ്ത് ചിക്കൻ കറിയൊക്കെ അടുപ്പിൽ വെച്ച് അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് വീഡിയോ എടുത്താലോന്നേ. അങ്ങനെ ഇതാ ഞാൻ ചിക്കൻ കറിയൊക്കെ സെറ്റാക്കി വെച്ച്, പിന്നെ അപ്പോൾ നിങ്ങളെയും കൂടി ബാക്കിയുള്ള കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. നല്ല തണുപ്പാണേ, നല്ല അടിപൊളി തണുപ്പാണ്. എൻ്റെ കോലം കണ്ടാൽ തന്നെ അറിയാലോ, ഇത്രയും തണുപ്പ് തുടങ്ങി. തണുപ്പ് ഇപ്പോൾ ശരിക്കും ഇങ്ങനെ തുടങ്ങിയില്ല, ഇനി തുടങ്ങണുള്ളൂ. ഡിസംബർ ഒരു എന്താ പറയുക, ഒരു 20-ാം തീയതിക്ക് ശേഷമൊക്കെ അടിച്ച് പൊളി തണുപ്പായിരിക്കും. അപ്പോൾ നമ്മുടെ ചിക്കൻ കറീൻ്റെ എന്തൊക്കെയായി നോക്കാം കേട്ടോ. അവിടെ വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ സൗണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ ചിക്കൻ കറി ഞാൻ എല്ലാം ഗ്യാസിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് ഉള്ളൊരു ചിക്കൻ കറി കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പറയുക, വൈകുന്നേരം വെച്ച് കഴിഞ്ഞാൽ രാത്രി ചപ്പാത്തിക്ക് എടുക്കാൻ നാളെ ഉച്ചയ്ക്ക് എടുക്കാതെ വിചാരിച്ചിട്ടാണ് കേട്ടോ. ഞാനിന്ന് വൈകുന്നേരം കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ കുറച്ച് 2 നേരത്തേക്കും കൂടി കണക്കാക്കിയിട്ട് ഇപ്പോൾ വെച്ചിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ തിളച്ച് വരുന്നോളൂ. അപ്പോൾ ഇത് ഞാൻ തിളക്കിയിട്ട് അവിടെ നന്നായി വേവട്ടെ, അടച്ചു വെച്ച്. ഇനിയുള്ള പരിപാടി എന്താ അറിയോ, കുറച്ച് എന്താ പറയുക, നമ്മുടെ മേത്തിയില്ലേ, ഉലുവേല കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ അത് വെച്ചിട്ട്, അപ്പോൾ ചപ്പാത്തി വൈകുന്നേരം നമ്മൾ പൊറാട്ട ഉണ്ടാവുമല്ലോ, അപ്പം ഈ തണുപ്പായതുകൊണ്ട് പൊറാട്ടയൊക്കെ കേട്ടോ നല്ലത്. അപ്പം ഞാൻ വിചാരിച്ച് അത് ഉണ്ടാക്കാം. അപ്പോൾ ഇന്നലെ ഏട്ടൻ മാർക്കറ്റിൽ പോയപ്പോൾ നല്ല ഉലുവേൻ്റെ ഇല കേട്ടോ. അപ്പോൾ ഇവിടെ സീസണാണ്, നല്ല എന്തൊക്കെയോ വെറൈറ്റി ഇലകളൊക്കെ ഉണ്ട് കേട്ടോ. ഉലുവേൻ്റെ ഇല, പിന്നെ നമ്മുടെ സോയാബീൻ്റെ ഇല, കടുകിൻ്റെ ഇല, അങ്ങനെയൊക്കെ അല്ലേ. അങ്ങനെ പലവിധം എന്തൊക്കെയോ നാട്ടിൽ കാണാത്ത ഇലകളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഞാൻ ഓരോന്നും ഇങ്ങനെ കാണുമ്പോൾ വെറൈറ്റി ഇലകളല്ലേ, അപ്പോൾ അത് വാങ്ങിക്കൊണ്ടുവരില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഉലുവേൻ്റെ ഇല കൊണ്ട് ഉണ്ടാക്കാം. പിന്നെ ഒരു സാധനം ഉണ്ട് കേട്ടോ, ഇതൊക്കെ ഉണ്ടോ, ഇതെന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതിൻ്റെ പേരെന്താ എനിക്കറിയില്ല. അതിൻ്റെ ഇല കേട്ടോ അത്. ഈ സംഭവം എന്താന്ന് നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല അത് കേട്ടോ. ഇതൊക്കെ ഇതിൻ്റെ പേരെന്താണെന്ന് പറയുന്നുണ്ട് ഹിന്ദിയിൽ. ഇവിടെ എന്താ പറയാൻ, ഞാനല്ല പോയത് ഇത് വാങ്ങിക്കാൻ. അപ്പോൾ ഇതിൻ്റെ പേര് അറിയുന്നവരൊന്ന്. അപ്പോൾ ഏട്ടൻ അവിടെ നിന്ന് ബാക്കിൽ നിന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നുണ്ട് ഞാൻ എന്താ പറയണം. അപ്പോൾ ഇന്നലെ വാങ്ങിയത് എന്നും മൺഡേ മാർക്കറ്റിൽ പോലെ ഞാനാണ് കേട്ടോ. പക്ഷേ തണുപ്പായാൽ ഞാൻ പുറത്തിറങ്ങൂല, ഞാൻ വീടിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും. ശ്വാസം മുട്ടിയിട്ട് നിൽക്കാൻ കഴിയില്ല. അപ്പം കുറച്ച് ദിവസം ആയിട്ട് ശ്വാസം മുട്ടലിനെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇതാ ബന്ദുഗോപീൻ്റെ ഇലയാണെന്നാണ് പറഞ്ഞത് കേട്ടോ. അതായത് നമ്മുടെ കാബേജിൻ്റെ ഇല. അപ്പോൾ ഇതാ ഇതിൻ്റെ തോരൻ വെക്കുമ്പോൾ ഞാൻ വീഡിയോ ഇടാം കേട്ടോ. ബന്ദുഗോപീൻ്റെ ഇല. അപ്പോൾ ഇതാ നമ്മുടെ ഉലുവേൻ്റെ ഇല കേട്ടോ. നമ്മുടെ ഡിന്നറിനുള്ള ഞാൻ എക്സോസ് ഫാൻ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ സൗണ്ടും വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഉലുവേൻ്റെ ഇലേൻ്റെ ചപ്പാത്തി. അപ്പോൾ അതിങ്ങനെ ഞാൻ വിചാരിച്ചൊക്കെ ഒന്ന് ഇത് ഉണ്ടാക്കാൻ ലേശം പണിയാണ്. ബന്ദുഗോപി പറഞ്ഞ അതിനാ കാബേജിൻ്റെ. Related to broccoli, cauliflower and kali. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒക്കെ ഇലകൾ കൊണ്ടുവന്ന എന്താണെന്നറിയോ, ടേസ്റ്റാണ്. ഞാൻ ആഴ്ചയിൽ എന്തായാലും 2-3 ദിവസം ഇലകൾ എന്തായാലും ഉണ്ടാക്കും കേട്ടോ. അപ്പം എന്താ പറയുക, ഇത് നല്ലതാട്ടോ ശരീരത്തിൽ. ഇപ്പോൾ ശരീരത്തിന് തണുപ്പ് ആയതുകൊണ്ട് നല്ല ചൂടും കിട്ടും. അപ്പോൾ ഞാൻ വിചാരിച്ച്
ഇതിൻ്റെ മോൾക്കൊന്നും ഇതിൻ്റെ കയ്പുള്ളത് കൊണ്ട് അവർ കഴിക്കില്ല കേട്ടോ. അപ്പോൾ ഇവളൊക്കെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. കാരണം ഇലക്കറികളൊന്നും കഴിക്കില്ല. അപ്പോൾ പൊറാട്ട ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കഴിച്ചോളും. അപ്പം ഞാൻ വിചാരിക്കും പൊറാട്ടയ്ക്ക് എന്താ കയ്പിൻ്റെ ഒരു ചെറിയ ടേസ്റ്റ് ഉണ്ടാവില്ലേ, പക്ഷെ എന്താണെന്നറിയില്ല, അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പൊറാട്ടയായിട്ടാണ് ഞാൻ ഉണ്ടാക്കുക. പാലക്ക ആയിക്കോട്ടെ, അങ്ങനെ മെത്തി ആയിക്കോട്ടെ, ഒക്കെ പൊറാട്ട ആക്കി കൊടുത്താൽ പൊറാട്ട പൂരിയൊക്കെ ആണെങ്കിൽ അവർ കഴിച്ചോളും. അവർക്ക് ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടമാണ് കേട്ടോ. അത് നല്ലതാണ്, ശരീരത്തിനും നല്ലതാണ്. തണുപ്പത്ത് ഇങ്ങനത്തെയൊക്കെ സാധനം കഴിച്ചാലേ നമുക്ക് ശരീരത്തിനൊരു ചൂട് ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ ഇനിയിത് നന്നാക്കിയിട്ട് വരാം കേട്ടോ. അപ്പം ഞാൻ ഉലുവേൻ്റെ ഇല നന്നാക്കുന്ന സമയത്ത് കുറച്ച് സംസാരിക്കാമല്ലോ. എല്ലാവരും ഓരോരുത്തർ, മോള് ട്യൂഷന് പോയി, ഏട്ടനവിടെ വായിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ പിന്നെ ഒറ്റയ്ക്കല്ലേ, അപ്പം നമ്മളോട് സംസാരിക്കാമല്ലോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാമല്ലോ. കുറേ ദിവസമായി ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് കേട്ടോ. വീഡിയോ എടുത്തെന്ന് പറഞ്ഞാൽ വീഡിയോ ഒക്കെ ഞാനിങ്ങനെ എടുത്തു വെക്കും കേട്ടോ. പക്ഷെ അത് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ സമയം കിട്ടുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഈ തണുപ്പ് തുടങ്ങിയാൽ പിന്നെ എപ്പോഴും ശ്വാസം മുട്ടലായിട്ട് പിന്നെ അവിടെ മരുന്നൊക്കെ കഴിക്കുമ്പോൾ തീരെ പറ്റൂല കേട്ടോ. അതുകൊണ്ട് പിന്നെ അത് അവിടെ ഇട്ടിട്ട് പോകും. അപ്പം കുറേ ദിവസമായി ഞാൻ ഇങ്ങനത്തെയൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ടാ. ഞാൻ വിചാരിച്ചു നിങ്ങളോടൊക്കെ ഒന്ന്, എനിക്ക് പുതിയതായി വന്ന സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഞാൻ എപ്പോഴും എൻ്റെ എല്ലാ വീഡിയോയിലും ഒരേ കഥ തന്നെയാണ് പറയുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ ഞാൻ അങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അങ്ങനെ കുറേയൊക്കെ ഇങ്ങനെ, നാട്ടിലൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ പണി ഉണ്ടാവുമല്ലോ. ഇവിടെ പണിയില്ല എന്നല്ല കേട്ടോ അതിൻ്റെ ഒരു ഇത്. നമ്മൾ എന്താ പറയുക, ഒരു ഫ്ലാറ്റിൽ താമസിക്കുമ്പോൾ അതിൻ്റേതായ ഇതൊക്കെയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പം ഞാനതുകൊണ്ട് മോള് തുടങ്ങിയ ചാനലിൽ ഞാനിങ്ങനെ എന്താ, അവള് വലിയ ഉഷാറിൽ തുടങ്ങാൻ തുടങ്ങിയേ. പിന്നെ കഴിഞ്ഞപ്പോൾ അവളെ പറഞ്ഞിട്ട് കാര്യമില്ല, പഠിക്കാൻ ഇഷ്ടം പോലെ ഉണ്ടാകുമ്പോൾ സമയമില്ല എല്ലാത്തിനും കൂടി. പിന്നെ മോള് പറഞ്ഞു, അമ്മ എന്തായാലും ചോറും കറി ഉണ്ടാക്കുന്നതല്ലേ, അമ്മ അതൊക്കെ എടുത്തിട്ടോ എന്ന് പറഞ്ഞിട്ടാട്ടോ ഞാനിതിങ്ങനെ എഡിറ്റൊന്നും എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാനതങ്ങനെ ആദ്യം മോള് ഹെൽപ്പ് ചെയ്യും, പിന്നെ അവൾക്ക് ദേഷ്യം പിടിച്ചിട്ട് അവൾ ഇട്ടിട്ട് പോയി. അച്ഛനോട് പറഞ്ഞാൽ അച്ഛൻ കുറേ ഹെൽപ്പ് ചെയ്ത്, പിന്നെ അച്ഛനും അവരുടേതായ ജോലിയും കാര്യങ്ങളായിട്ട് അവർ പോവും. പിന്നെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. പിന്നെ അങ്ങനെ നോക്കി ഒക്കെയാണ് കേട്ടോ ഇതിൽ കുറച്ചൊക്കെ എഡിറ്റ് ചെയ്യാൻ ഇങ്ങനെ പഠിച്ചത്. അന്ന് ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എപ്പോഴും അത് ഓരോരോ ഞാൻ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് നല്ല ഇതാട്ടോ, ഓരോ കുട്ടികളൊക്കെ ചെയ്യുന്ന കാണുമ്പോഴേ, അവരൊക്കെ നല്ല രീതിയിലൊക്കെ ചെയ്യുന്ന കാണുമ്പം എനിക്കിഷ്ടമാണ് അങ്ങനെയൊക്കെ കാണാൻ. അങ്ങനെ വർത്താനം പറഞ്ഞ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഉലുവേൻ്റെ ഇലയൊക്കെ നന്നാക്കലും ആട്ട കുഴയ്ക്കലും അതിൻ്റെ ഇടയ്ക്ക് പൊറാട്ട, കുട്ടികൾക്ക് വേണ്ടിയിട്ട് പൊറാട്ട ഉണ്ടാക്കി കൊടുക്കലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്കും ചൂടായി കിട്ടിയാലാണ് എല്ലാവർക്കും കഴിക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ പെട്ടെന്ന് കുറേ നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം തണുക്കും, പിന്നെ ആർക്കും വേണ്ട കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാവരും ഇങ്ങനെ ചുടുമ്പോൾ ഞാൻ ഓരോരുത്തരെ വിളിച്ചിട്ട് അപ്പോഴങ്ങ് ചുട്ട് കൊടുക്കും. എന്നാൽ പിന്നെ ചൂടോട് കൂടിയിട്ട് എല്ലാവർക്കും കഴിക്കാമല്ലോ. ഒന്ന് കഴിക്കേണ്ടവർത്തിൽ, പ്രത്യേകിച്ച് ഇന്ന് ചിക്കൻ കറി ഉള്ളതുകൊണ്ട് 1, 2, 3 കഴിച്ച് പോകും കേട്ടോ. അങ്ങനെ എല്ലാവരും കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനും പിന്നെ 2 ചപ്പാത്തിയും കറിയൊക്കെ എടുത്തിട്ട് ഞാനും കഴിച്ചിട്ടോ. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഞാൻ എന്താ പറയുക, ദോശമാവ് അരച്ച് വെച്ചിട്ടുണ്ടായിട്ട് 2 ദിവസം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ട് എന്നുള്ള ഒരു സമാധാനത്തിൽ പിന്നെ പോയി കിടക്കുന്നൊക്കെ ഉറങ്ങി. പക്ഷേ പിറ്റേന്ന് രാവിലെ എണീറ്റ് വന്നപ്പം കണ്ട സീനാണിത്. പോയി തുറന്നു നോക്കിയപ്പോൾ ഉണ്ടല്ലോ, ഈ മാവത അതേപോലെ നിൽക്കണു കേട്ടോ. പിന്നെ ഒന്നും പറയേണ്ട, എന്താ പറയുക, നമുക്ക് സങ്കടവും ദേഷ്യമൊക്കെ ആയിട്ട് ഈ രാവിലെ മാവൊന്നും പുളിച്ച് പൊങ്ങാഞ്ഞാൽ, അതും പ്രത്യേകിച്ച് ഈ വെളുപ്പാങ്കാലത്ത് തണുപ്പത്ത്. അപ്പം പിന്നെ എനിക്ക് എന്താ പറയുക, ഞാൻ എന്നിട്ട് പിന്നെ തലേന്ന് എന്ത് ചെയ്തെന്ന് പറയാം, കുറച്ച് കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കിതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അറിയാവുന്ന സംഭവങ്ങളായതുകൊണ്ട് ഞാൻ കുറച്ച് കടല വെള്ളത്തിലിട്ട് വെച്ചത് എനിക്ക് ഉള്ളത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു രാവിലെ സ്കൂളുള്ളതല്ലേ, ഇനിയിപ്പോൾ എന്താ ഉണ്ടാക്കുക. പിന്നെ നോക്കിയപ്പോൾ പാലക്കിൻ്റെ ഇല ഉണ്ട് കേട്ടോ. വേഗം പോയിട്ട് പാലക്കിൻ്റെ ഇല എടുത്ത് വേഗം കഴുകി വേഗം ഒന്ന് വേവിച്ച് ഞാൻ വിചാരിച്ചിരുന്ന പാലക്കിൻ്റെ പൂരിയും ഈ വെള്ളക്കടലയും ഉണ്ടാക്കാമെന്ന്. വേഗം പോയിട്ട് ചെയ്യുന്ന ഓരോ പണിയാട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ എടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് അപ്പുറത്തുനിന്ന് ഏട്ടൻ ചോദിക്കുന്നുണ്ട്, നീ തിരക്കിൻ്റെ ഇടയിലാണോ ഈ വീഡിയോ എടുക്കാൻ നിൽക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു ഞാനൊന്ന് നോക്കട്ടെ, ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടാട്ടോ ഞാൻ ഈ പണി ചെയ്യണത്. അങ്ങനെ ഞാൻ അവിടെ കിടന്ന പാത്രം, ഇഡ്ഡലിക്കൊക്കെ ഉള്ള തട്ടൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടാട്ടോ ഞാൻ രാത്രി പോയി കിടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പിറ്റേന്ന് രാവിലെ ചെയ്യുന്ന ഓരോ പരിപാടിയാണ്. അവസാനം ഞാൻ വേഗം പാലക്കിൻ്റെ പൂരിക്കൊക്കെ വേണ്ട സംഭവങ്ങളൊക്കെ എടുത്ത് കുഴച്ച് എല്ലാം സെറ്റാക്കി വെച്ചു കേട്ടോ.
എന്നിട്ട് ഞാൻ പിന്നെ വേഗം കടല വെള്ളത്തിലിട്ട് കടലയാണെങ്കിൽ ശരിക്കും ഒന്ന് പുതർന്ന മാതിരിയും തോന്നണില്ല, എന്നാലും വേണ്ടിയില്ല വേഗം ഞാൻ കടലയും സംഭവങ്ങളൊക്കെ ഇതൊക്കെ എന്താ പറയുക, സവോളയും തക്കാളിയും എല്ലാം അരിഞ്ഞ് വേഗം കുക്കറിലേക്ക് വെച്ച് ഒരു 5-8 വിസിൽ വേഗം അങ്ങ് അടുപ്പിച്ചിട്ടു. അപ്പോഴേക്ക് സമയം ഒരു പോണ പോക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പം എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു സമയത്ത് ഫുഡ് ആവുമോ എന്നുള്ളത്, കാരണം മോക്കൊക്കെ ക്ലാസ്സിന് പോകാനുള്ളതല്ലേ. അങ്ങനെ തലേന്ന് ഞാൻ മധുരക്കിഴങ്ങ് പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ 2 പീസ് ഉണ്ടായിരുന്നേ. അപ്പോൾ ഇത് ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് സെറ്റാക്കി വെച്ചതായിരുന്നു, വെള്ളമൊക്കെ നിറച്ച് സെറ്റാക്കി വെച്ച് പോയി കിടന്ന ആളാണ് ഞാൻ. പിന്നെ ഞാൻ ആ 2 മധുരക്കിഴങ്ങ് ഉണ്ടായിരുന്നു, അത് ഞാൻ എന്ത് ചെയ്തുതരാം, ഏതായാലും ഇഡ്ഡലി പാത്രം വെച്ചതല്ലേ, എന്നാൽ അതും കൂടെ ഒന്ന് ആവി കയറ്റി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആവി കയറ്റി കേട്ടോ. അപ്പോഴേക്കും അതാ കടലയിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ സവോളയും തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും മസാലകളും എല്ലാം ഇട്ട് കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ 4-5 പൂരി വേഗം സെറ്റപ്പിൽ റെഡിയാക്കി വെച്ചതാട്ടോ. ഇത് നല്ല ടേസ്റ്റ് ആട്ടോ, ചൂടോടെ ഞാൻ പൊറാട്ടേൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ആട്ടോ അത് ചൂടോട് കൂടിയിട്ട് കഴിക്കാൻ നല്ലതാട്ടോ. അങ്ങനെ ഇതാ അപ്പോഴേക്കും ഞാൻ ടിഫിൻ ബോക്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ടിഫിന് എത്ര 4-5 പൂരി വെച്ചാലും ഒരു ലിമിറ്റ് ഉണ്ട് കേട്ടോ കഴിക്കുന്നതിന്. അത് പകുതി മുക്കാലും ഫ്രണ്ട്സ് കഴിക്കും, അവൾ ഫ്രണ്ട്സിൻ്റെത് കഴിക്കുക, അങ്ങനെയൊക്കെ ആയിട്ട് ഉണ്ടാവാറ്. അപ്പോൾ ഇഡ്ഡലി കൊണ്ടുപോകുമ്പോൾ എന്താണെന്നറിയാമോ, അവൾക്ക് എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിയിട്ട് ഇഡ്ഡലി അവൾ റെഡിയാക്കിയിട്ടാണ് കൊണ്ടുപോകുക കേട്ടോ. അപ്പോൾ കുട്ടികൾക്കും ഇഷ്ടമാണ്, ഞാനും അങ്ങനെ അതിനനുസരിച്ച് പാക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇങ്ങനത്തെ പൂരിയും കാര്യങ്ങളൊക്കെ ആകുമ്പം കുറച്ച് കടലേൻ്റെ കറിയും പിന്നെ അതിൻ്റെ കൂടെ ഒരു സവോളയും ഒക്കെ ഉണ്ടായാലേ കഴിക്കുകയുള്ളൂ. ഒരു നാരങ്ങയൊക്കെ വേണം കേട്ടോ. നാരങ്ങ നോക്കിയപ്പോൾ ഇല്ല, രാവിലെ തന്നെ നാരങ്ങ തപ്പി നോക്കിയിട്ട് ഫ്രിഡ്ജിൻ്റെ അകത്ത് എങ്ങാനും കാണുന്നില്ല. പിന്നെ ഞാനത് അവിടെ ഇട്ട്. അങ്ങനെ അതാ മോളെ ടിഫിനും കാര്യങ്ങളൊക്കെ സെറ്റാക്കി. അവൾക്ക് പോകാനുള്ള സമയം ഓൾറെഡി ലേറ്റ് ആയിട്ടോ. പറയുമ്പോൾ എത്ര നേരത്തെ നീറ്റതാണെന്നറിയോ, എന്നിട്ടും എല്ലാം നേരം വഴുകി. പിന്നെ ഒന്നാമത് നമ്മുടെ ദോശമാവ് ചതിച്ചതാട്ടോ, എന്നാലും വേണ്ടിയില്ല, എല്ലാം ആ സമയത്തേക്കൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഞാൻ ആ സവോള വയ്ക്കണതേ വിട്ടുപോയിട്ടോ. അപ്പം ഞാൻ വേഗം ഒരു ഫോയിൽ പേപ്പറിലാക്കിയിട്ട് സൈഡിൽ കുറച്ച് വെച്ചതാണ്. പൂരിയൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് നിർബന്ധമാണേ. അങ്ങനെ അതെല്ലാം വെച്ച് അവൾക്കുള്ള ടിഫിന് ഞാൻ ബാക്കി ഒരു പൂരി കേട്ടോ ഞാൻ ബാക്കിയാക്കി വെച്ച്, കാരണം ആ പൂരി തന്നെ അത് മുഴുവൻ കഴിക്കില്ല, അത് അവിടെ ബാക്കിയാക്കും. അപ്പോൾ എന്നാലും വേണ്ടിയില്ല, നമുക്ക് കൊടുക്കുമ്പോൾ ഒരു സമാധാനമാണല്ലോ. അപ്പോൾ ഞാൻ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം സെറ്റാക്കി. സ്പൂൺ എന്തായാലും നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ സ്പൂണും കൂടെ വെച്ചു, വെള്ളം വെച്ചു, ചൂടുവെള്ളം തന്നെ വേണമല്ലോ. അപ്പോൾ എല്ലാം വെച്ചിട്ട് ബാക്കി മോക്കുള്ള പൂരിയാണ് നിൽക്കുന്നത്. അങ്ങനെ അവൾക്കുള്ള പൂരിയും ഒരു ഇച്ചിരി കറിയും കൂടെ വെച്ച് കൊടുത്തിട്ടോ. പിന്നെ രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചടങ്ങാണ്, കഴിപ്പിക്കണം. ചില മൂഡ് തോന്നിയാൽ കഴിക്കും, ഇല്ലെങ്കിൽ കഴിക്കില്ല, അവിടെ ഇട്ടിട്ട് പോകട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കും എന്നാലും വേണ്ടിയില്ല, സമയം പോയാലും വേണ്ടിയില്ല, അവൾക്കുള്ളത് വായിലിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുപോയതാട്ടോ ഞാൻ. അങ്ങനെ അപ്പോഴേക്കും അവൾ ഓൾറെഡി സെറ്റായി വന്നു. അപ്പം പിന്നെ അവൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഞാനിതാ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞാൽ, ഓ അമ്മ രാവിലെ തന്നെ തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ. പിന്നെ അങ്ങനെയൊക്കെയോ ഞാൻ വായിലൊക്കെ ഇട്ടെടുത്ത് പിന്നെ അവളതാ സ്കൂളിലേക്ക് പോകുകയും ചെയ്തു കേട്ടോ. അങ്ങനെ അവൾ ക്ലാസ്സിലേക്ക് പോവുകയും ചെയ്ത്. അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വന്നപ്പം അമ്മ എന്തിനാ രാവിലെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ഓടിപ്പോയതാട്ടോ. ലിഫ്റ്റിലേക്ക് പോയ ആൾ തിരിച്ച് സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാട്ടോ പോയത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവളെയും വിട്ട് തിരിച്ച് വന്നപ്പോഴാണ് അവളുടെ ബാക്കിയുള്ള പൂരി കണ്ടത് കേട്ടോ. അപ്പം ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഇത്തിരി കാപ്പി ഉണ്ടാക്കി. അപ്പോൾ ആ പൂരി വെറുതെ ഇനി അവിടെ വെച്ചാൽ നിറയെ കോക്രോച്ച് കേട്ടോ, ഞങ്ങളവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഞാൻ അതെടുത്ത് കഴിച്ചു കേട്ടോ.
ഭയങ്കര തണുപ്പ്. മോള് സ്കൂളിൽ പോയി. രാവിലത്തെ ഒരു ട്രിപ്പ് കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത് ഏട്ടനൊക്കെ പോകാനാകുമ്പോൾ അടുത്ത ട്രിപ്പ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ എൻ്റെ ട്രിപ്പ്, പിന്നെ ഉച്ചയ്ക്കുള്ള. തണുപ്പാകുമ്പോൾ ഓരോരോ ട്രിപ്പാണ് കേട്ടോ. ഉച്ചയ്ക്ക് അങ്ങനെ തന്നെയാണ്. ഉച്ചയ്ക്ക് നേരത്തെ ഭക്ഷണം ഉണ്ടാക്കിയ ചീത്തയായിപ്പോവും. തണുപ്പത്ത് പിന്നെ ആ ഒരു എത്ര ദിവസം വേണമെങ്കിലും ആ ഫുഡ് അവിടെ ഇങ്ങനെ നിന്നോളൂ കേട്ടോ. അപ്പോൾ ഒരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നല്ല ബ്ലാങ്കറ്റ് ഇവിടെ സൈഡിൽ ഇതാ എന്താ ബ്ലാങ്കറ്റ് ഇവിടെ സൈഡിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി കുറച്ച് സമയം നീൻ്റെ ഉള്ളിൽ പോയി കിടക്കും. അത് കഴിഞ്ഞിട്ട് അടുത്ത്